ഇന്ന് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ന്യൂറോവൈവിധ്യം പ്രോത്സാഹിപ്പിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക എന്നതാണ്. നമസ്കാരം, ഞാൻ ബിനിയ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. നമ്മുടെ ഇടയിൽ വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ? ഇത് കേവലം ഒരു രോഗാവസ്ഥയല്ല, മറിച്ച് സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകളിലെ പോരായ്മ, ആവർത്തിച്ച് കാണിക്കുന്ന പെരുമാറ്റങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ ഏറെയും കുറഞ്ഞും കാണപ്പെടുന്ന അനേക അവസ്ഥകളിലെ കൂട്ടായിട്ടുള്ള ഒരു പേരാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്, അതായത് മസ്തിഷ്ക വികാസത്തിലുണ്ടാവുന്ന തകരാറായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്കിടയിലെ കാണിക്കുന്ന കോസ് സിംറ്റംസ് എന്ന് പറയുന്നത് സാമൂഹ്യപരമായ ഇടപെടലുകളിൽ ഉണ്ടാവുന്ന പോരായ്മ, അസാധാരണമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രവൃത്തികളും, അതുപോലെ തന്നെ ആവർത്തന സ്വഭാവം എന്നിങ്ങനെയാണ്. എന്താണ് സാമൂഹ്യപരമായ ഇടപെടലുകളിലെ പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇമോഷൻസിന്റെ യൂസേജ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ഗസ്റ്റേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. മാത്രമല്ല മറ്റുള്ളവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജും വെച്ചിട്ട് ഇവരെന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കുഞ്ഞുങ്ങളിൽ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്നെ എടുക്കൂ എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾ കൈപോക്കി നമ്മളോട് ആക്ഷൻസ് കാണിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ഈ കുട്ടികളിൽ ഉണ്ടാവില്ല. മാത്രമല്ല ഇവർക്ക് എന്തെങ്കിലും വസ്തുക്കൾ, ടോയ്സ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫിംഗർ പോയിന്റ് ചെയ്തോ അല്ലെങ്കിൽ എനിക്കത് വേണോ എന്നുള്ള രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. മറിച്ച് ഇവർ പാരന്റിന്റെ വസ്ത്രത്തിലോ കയ്യിലോ പിടിച്ചു കൊണ്ടുപോയിട്ട് ആ ഒരു വസ്തുവിന്റെ ടോയുടെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. അടുത്ത കോസ് സിംപ്റ്റം എന്ന് പറയുന്നത് അസാധാരണമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രവൃത്തികളാണ്. ഇപ്പൊ കുട്ടികൾ കളിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം, അവർക്കൊരു ടോയ് കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് വെച്ച് കളിക്കാതെ അതിന് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാർട്ട്, ഫോർ എക്സാമ്പിൾ അവർക്കൊരു കാറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കാറിന്റെ ചക്രം, ആ കറങ്ങുന്ന ചക്രത്തിലായിരിക്കും ഇവരുടെ ശ്രദ്ധ മുഴുവന്. ഇതിനിടയിൽ നമ്മൾ അവർക്ക് വേറെ ടോയ് കൊടുത്തലോ അല്ലെങ്കിൽ അവരോട് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാലോ ഇവരതൊന്നും ശ്രദ്ധിക്കാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ചക്രം കറക്കുന്ന പ്രവൃത്തിയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കളിപ്പാട്ടങ്ങളോ വേറെ എന്തെങ്കിലും വസ്തുക്കളോ അങ്ങനെ ക്രമത്തിൽ നിരനിരയായിട്ട് വയ്ക്കുന്ന ഒരു രീതി കാണാൻ പറ്റും. ഈ ക്രമത്തിൽ വെച്ചിരിക്കുന്ന ടോയ്സോ വസ്തുക്കളോ നമ്മൾ മറ്റാരെങ്കിലും വന്ന് അത് തെറ്റിച്ചു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര അസ്വസ്ഥരാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ അസ്വസ്ഥത കൂടി കഴിയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വാശി കാണിക്കുന്നത്, സ്വയം പരിക്കേൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഈ കുട്ടികളിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് സൈക്കിളാണ് കണ്ടുവരുന്നത്. അടുത്ത സിംപ്റ്റം എന്ന് പറയുന്നത് ആവർത്തന സ്വഭാവമാണ്. മിക്ക കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു പ്രവണതയാണ് പ്രത്യേക രീതിയിലുള്ള പ്രവൃത്തികളോ വാക്കുകളോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ കൈകളോ വിരലുകളോ അടിച്ചുകൊണ്ടിരിക്കുക, അതേപോലെ കോയിൻസ്, നേരത്തെ പറഞ്ഞ പോലെ കാറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചക്രങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുക, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല കേട്ട വാക്കുകൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെർബൽ റിപ്പീറ്റേഷനും ഇവരിൽ കാണപ്പെടുന്നു. എത്രയും നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുന്നത് വഴി ഇവർക്ക് ആവശ്യമായിട്ടുള്ള ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി എന്നീ ചികിത്സാ രീതികളും മറ്റു പരിശീലനങ്ങളും നൽകി ഇവർക്ക് കഴിയുന്നത്ര സാധാരണ ജീവിതത്തേക്ക് പ്രാപ്തരാക്കാം.